ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബ്രൊക്കോളി വെച്ച് നമുക്കൊന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ബ്രൊക്കോളി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ അത്. ഇതിലേക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പാകത്തിനുള്ള ഉപ്പും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂണോളം കോൺഫ്ലവർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ആയാലും മതി കേട്ടോ. പിന്നെ 1 സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും. പിന്നെ അതിലേക്ക് 1 മുട്ട അല്ലെങ്കിൽ തൈരാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 2 സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഉടയാതെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഒരു അരമണിക്കൂറോളം ഇങ്ങനെ മൂടി വെക്കുക. അതിനുശേഷം പാനിൽ എണ്ണ ചൂടാകുമ്പോൾ ഇതൊന്ന് വറുത്തെടുക്കുക. നമുക്കറിയാം ബ്രോക്കോളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. ഞങ്ങളിവിടെ വെറുതെ ബ്രോക്കോളി വേവിച്ച് കഴിക്കാറാണ് പതിവ്. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് വരുമ്പോഴുള്ള ആ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ബ്രോക്കോളിക്കും ഉണ്ടാവുക. പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ സബോള ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൊക്കോളി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സബോള ഇവിടെ ഒന്ന് ലെവലായി വരുമ്പോൾ അതിലേക്ക് തക്കാളിയും കൂടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ടും നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 സ്പൂണോളം പെരിഞ്ചീരകവും പിന്നെ 1 സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണൽ ആണ് കേട്ടോ. പിന്നെ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ വറുത്ത് വെച്ചിട്ടുള്ള ബ്രോക്കോളിയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. ചപ്പാത്തിയുടെ കൂടെ ഇത് അടിപൊളിയായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.